Hello everyone, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്ത പോലത്തെ ഹോൾ വീഡിയോ അല്ല. ഇന്നത്തെ വീഡിയോ ബെഡാ ഹോൾ വീഡിയോ. കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾ ദിസ് ഐ ഹാവ് ബോട്ട് ഫ്രം ടെമു. ടെമു ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഇറ്റ് ഇസ് എ വെരി ഫേമസ് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ യു ഗെറ്റ് ടു ബൈ എവറിത്തിങ് അറ്റ് എ വെരി റീസണബിൾ പ്രൈസ്. ഇപ്പം ഞാൻ ഈ മേടിച്ച എല്ലാ സാധനങ്ങളും ഇറ്റ് ഇസ് ബിലോ ലൈക്ക് 25-20 റിയാലിന് താഴെയുള്ള സാധനങ്ങളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതിൽ 80% സാധനങ്ങൾ 10 റിയാലിനേക്കാളും താഴെയുള്ള കേട്ടോ. 1 റിയാൽ, 2 റിയാൽ, 5 റിയാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് വെരി യുണീക്ക് തിങ്സ് അറ്റ് എ വെരി അഫോർഡബിൾ പ്രൈസ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഫോർ ഗേൾസ് യു ലവ് ഓൾ ദീസ് തിങ്സ്. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഐ എം ബൈങ് ഫ്രം ടെമു ഫോർ ദ ഫസ്റ്റ് ടൈം. സോ വന്നപ്പോൾ തന്നെ ഐ വോണ്ടഡ് ടു ചെക്ക് വെദർ ദിസ് ഇസ് ലൈക്ക് ഗുഡ് ക്വാളിറ്റി ഓർ നോട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ട് ആദ്യത്തെ 2-3 സാധനങ്ങൾ നോക്കിയപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ഓഫ് വെരി ഗുഡ് ക്വാളിറ്റി. ഇത് മെയിൻ എന്താ ലോ പ്രൈസ് ഹൈ ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളായിരുന്നു ഞാൻ പൊട്ടിച്ച് നോക്കിയത് കേട്ടോ. ബാക്കി നമുക്ക് 1 by 1 അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് അവർ ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. So the first product is this, I think is the bag which I have ordered. Then ഞാനൊരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് അവർ റിവ്യൂസിൽ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യില്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. കൈ കിട്ടിയപ്പോഴും ഏകദേശം ഞാൻ കണ്ടത് അതുപോലെ തന്നെയുണ്ട് കേട്ടോ. ദിസ് ഇസ് സെയിം തിങ് വാട്ട് ഐ എക്സ്പെക്റ്റഡ്. നല്ല തുണിയാണ് ഇതിൻ്റെ. ഇതും എന്തോ എഴുതിയിട്ടുണ്ട്, EST 1985 അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ഗുഡ് ബൈ ഫോർ എ ഡെയിലി വെയർ. നമുക്ക് ഡെയിലി വെയറിൽ നല്ലോണം സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഇതിൻ്റെ കമ്പാർട്ട്മെന്റ് വന്നിട്ട് ദർ ഇസ് ഓൺലി 1 കമ്പാർട്ട്മെന്റ്. പുറത്തും ഉള്ളിലൊന്നും വേറെ സിബൊന്നും ഇല്ല കേട്ടോ, ഒരു സിബേ ഉള്ളൂ ആകെ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ഐ തിങ്ക് ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്താൽ പറ്റിയ ബാഗാണ്. ഓക്കെ, സോ നൗ ദ സെക്കൻഡ് പ്രൊഡക്റ്റ് ഈസ് ഇത് വന്നിട്ട് ഒരു പൗച്ചാണ് കേട്ടോ. അതായത് പൊട്ടിച്ചതില്ല. ഇത് ഞാൻ മെയിനായിട്ട് മേക്കപ്പ് കുട്ടി സാധനങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണുള്ളത്. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഹിയർ ഐ ഡോണ്ട് ഹാവ് എനി പൗച്ച് ടു കീപ് മൈ തിങ്സ്. അതുകൊണ്ട് മേടിച്ചാ കേട്ടോ. ഇതാ ഇതും അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് തിങ് ഇസ് ലൈക്ക് ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടോ. ഈ പ്രൈസ് കുറവാണെങ്കിലും നോക്കി നല്ല തുണി അതിൻ്റെയൊക്കെ. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് വെരി ക്യൂട്ട്. നോ, ഐ പേഴ്സണലി ലൈക്ക് ഇറ്റ്. സിബിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല തോന്നുന്നു. കുഴപ്പമില്ല. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും കേട്ടോ. അത്യാവശ്യം നല്ല സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹിയർ സംതിങ് ഇസ് റിട്ടൺ ഹിയർ ഗോഗോ ഒറിജിനൽ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റീസ് ആണ് കേട്ടോ, കാണാനും അത്യാവശ്യം തിരക്കേടൊന്നുമില്ല. ദിസ് ഇസ് റിയലി സോ നൈസ് മാൻ, ഐ റിയലി ലൈക്ക് ഇറ്റ്. നൗ ദ തേർഡ് പ്രോഡക്റ്റ് ഈസ് മൈ ബോക്സ്. ഈ ബോക്സ് ഞാൻ മെയിനായിട്ട് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അവിടെ വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഈ ബ്രഷും പാനും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മെയിനായിട്ട് ഇതൊക്കെ ഓർഡർ ചെയ്യാൻ ഈ റീസണാണ്. ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ സാധനങ്ങളൊന്നും അങ്ങനെ അല്ലാതെ അറേഞ്ച് ചെയ്ത് വെച്ചു. പക്ഷെ കുട്ടി സാധനങ്ങളില്ല, നമ്മുടെ റൂംസൊക്കെ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അസ്തെറ്റിക് കൈൻഡ് ഓഫ് സാധനങ്ങൾ അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്നില്ലാതെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഭംഗിയിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്നതാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇതുവരെ എടുത്ത 3 സാധനങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളാട്ടോ. ഐ എം നോട്ട് ഡിസപ്പോയിന്റഡ് അറ്റ് ഓൾ ദീസ് ആർ സോ ഗുഡ്. സോ ഇത് അതിന് വേണ്ടിയിട്ട്. ഇത് റാക്കിൻ്റെ എന്തോ സാധനമാണ്. ഇറ്റ്സ് എ നൈസ് ഇയർ. അപ്പോൾ ഇതാണ് ദ തേർഡ് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് ഒരു കോഫി മഗ് ആട്ടോ. ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയതാണ്. ഇതിൻ്റെ ഒപ്പം ഒരു സ്ട്രോം വരുന്നുണ്ട്. സോ ഇത് ഞാൻ ഈ കാലത്ത് ചിലപ്പോൾ സ്മൂത്തീസ് അല്ലെങ്കിൽ ABC ജ്യൂസൊക്കെ കുടിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് വെറുതെ മേടിച്ചതാണ്. വലിയ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നല്ല ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അതിന് വേണ്ടി മേടിച്ചത്. അപ്പം നല്ല ഭംഗിയുള്ള ഗ്ലാസും പ്ലേറ്റൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ ഐ ടെൻ ടു യൂസ് ഇറ്റ് മോർ. ഇപ്പം ചില സമയത്ത് എനിക്ക് ഈ ജ്യൂസൊക്കെ അടിക്കാൻ മടിയാണെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഭംഗി പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അടിച്ചിട്ട് കുടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഐ റിയലി ലൈക്ക് ദിസ്. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ സാധനം. സൂപ്പർ. അടുത്ത വന്നിട്ടൊരു നോട്ട്ബുക്ക് ആട്ടോ. ഞാൻ ഇങ്ങനെ എൻ്റെ കുഞ്ഞു സാധനങ്ങളൊക്കെ എഴുതി വെക്കാൻ നോർമലി നോട്ട്ബുക്സ് യൂസ് ചെയ്യലുണ്ട്. അതിന് വേണ്ടിയിട്ട് മേടിച്ചൊരു നോട്ട്ബുക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് കണ്ട നല്ല തുണിയാണ്. ഇറ്റ് ഈസ് തുണി ബുക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോറൽ ട്രീ ക്ലോത്ത് നോട്ട്ബുക്കാണ് കേട്ടോ. ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഇങ്ങനത്തെ പേജസ് ആയിട്ട് വരും കണ്ട. നല്ലതാണ്. ഞാൻ ഇങ്ങനെ വെള്ളടത്തേക്കൊക്കെ പോകുമ്പോൾ ഐ ഹാവ് ദിസ് ഹാബിറ്റ് ഓഫ് നോട്ടിങ് ഡൗൺ തിങ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച എപ്പോഴും ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്നെ പോലത്തെ സ്വഭാവം ഉണ്ടെന്ന് അറിയില്ല എനിക്ക്.
നമുക്ക് പുതിയ ബുക്കൊക്കെ കിട്ടി അത് മണക്കുന്നൊരു സ്വഭാവമുണ്ട്. മണത്തിട്ട് നോക്കില്ല, ഇതിലങ്ങനെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പക്ഷെ നമ്മൾ ക്ലാസ്മേറ്റ്സിൻ്റെയൊക്കെ നോട്ട്ബുക്ക് മേടിച്ചിട്ട് ഞാൻ മണത്ത് നോക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ബുക്സിൻ്റെയൊക്കെ സ്മെല്ല്. സോ ദിസ് വാസ് ദ പ്രോഡക്റ്റ് ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഓക്കെ, ഇതുവരെ മേടിച്ചല്ലാതെ ഐ റിയലി ലൈക്ക് ഇറ്റ് ആണ്. ഒന്നും എനിക്ക് ഡിസ്ലൈക്ക് ആയി പോയിട്ടില്ല. ഇനി അടുത്തത് ഈ ഒരു സാധനം. ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻഡിൽസിൻ്റെ അടി വെക്കാനോ അല്ലെങ്കിൽ ഗ്ലാസസിൻ്റെയൊക്കെ ചായപാത്രത്തിൻ്റെ ഒക്കെ അടി വെക്കാനോ അങ്ങനെ നല്ലത് നല്ല ഭംഗിയിൽ സെറ്റാക്കിയിട്ട് വെക്കണമെങ്കിൽ മേശപ്പുറത്തൊക്കെ വെക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ അത്. ഇങ്ങനത്തെ ഇത് ഞാൻ വെറുതെ ട്രൈ ചെയ്തതാണ്. ഇതിപ്പോൾ ഭയങ്കര നല്ല ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് കുഴപ്പമില്ല, ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വർത്ത് ദ പ്രൈസ്. ഇത് 1-2 റിയാലിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടിയിരിക്കുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ, സോ ഇറ്റ്സ് ഓക്കെ പ്രോഡക്റ്റ്. ഓക്കെ ഓക്കെ. നൗ ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഈ സാധനം, ഒരു കാർഡ്ബോർഡ് പെട്ടി. ഇത് എന്താണെന്നറിയില്ല, ചൈനയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ചൈനയാണമ്മോ. ഓക്കെ, അൺബോക്സ്. ഞാൻ പുറത്തേക്ക് എടുത്തത്. ഇതാണ് എന്താണെന്നറിയോ, നമ്മൾ ഡ്രസ്സിംഗ് ടേബിളിൽ വെക്കാൻ ഞാൻ ഒരു ഓർഗനൈസർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം കേട്ടോ. ഇതൊന്ന് പുറത്തേക്ക് വരാത്തെ ഇങ്ങനത്തെ സാധനം. കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ, ക്വാളിറ്റി ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് 2 ഡ്രോയേഴ്സ് വരുന്നുണ്ട് കണ്ട. ലിപ്സ്റ്റിക് ഒക്കെ തേക്കാം. 2 ഡ്രോയറും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതെന്താ മോയിലും മുട്ടിയാണല്ലേ, ഇങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട്. ഇത് എന്തിനാ നിങ്ങൾക്കറിയില്ല. നല്ല സെറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വല്ലതാവുക, ഐ ഡോണ്ട് നോ. പക്ഷെ ഐ ലൈക്ക് ദിസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ ദിസ് വാസ് ദ എത്രാമത്തെ പ്രോഡക്റ്റ് ഞാൻ മറന്നുപോയി, കൗണ്ടൊക്കെ മറന്നുപോയി. ഇതായിരുന്നു പ്രോഡക്റ്റ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ആക്കാം. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് സംഭവം. ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മെയിനായിട്ട് അടുക്കളയിൽ വല്ലതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാ കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലടോ, ഞാൻ വെറുതെ കണ്ടിട്ട് വെച്ചതാണ്. ഇത് ഫ്രൂട്ടൊക്കെ വെക്കാൻ പറ്റുന്നൊക്കെയായിരുന്നു അതിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നില്ലല്ലോ ഫ്രൂട്ടൊക്കെ കൊള്ളുന്നു. എന്തോ ഇങ്ങനത്തെ സാധനം എനിക്ക് ഫസ്റ്റ് നോട്ടത്തിൽ സത്യം പറഞ്ഞ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. കമ്പിയും കോലൊക്കെ ആയിട്ടുള്ള സാധനം. എൻ്റെ ഉള്ളിൽ കുഴപ്പമില്ല. നമ്മൾ ഇതിപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യില്ലേ, അപ്പോൾ വേണമെങ്കിൽ സൈഡിൽ വല്ലതൊക്കെ എടുത്തിട്ട് വെക്കാന്നല്ലാണ്ട് ഇതങ്ങനെ വലിയ ക്വാളിറ്റിയില്ല. ഞാൻ പറയുന്ന കാര്യം കണ്ടോ, ഇതിൻ്റെ അറ്റത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കറിയില്ല. ദർ ആർ ലൈക്ക് ഫ്യൂ തിങ്സ് ഹിയർ മാൻ. ഇങ്ങനെ കുട്ടി കറുപ്പ് കുറേ സാധനങ്ങളുണ്ട്. എനിക്കെന്തോ ഇത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ വടിയും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇതൊരു കുഞ്ഞ് എന്താ പറയുക, എന്തൊരു സാധനം. ഇത് ലൈറ്റ് കത്തുന്ന സാധനം കേട്ടോ. ഇത് എന്തിനാ മേടിച്ചത് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ രാത്രിയൊക്കെ വേണമെങ്കിൽ റൂമിൽ കുഞ്ഞ് ലാമ്പ് പോലെ കത്തിച്ച് വെക്കാന്നുള്ള രീതിയിൽ മേടിച്ചാ കേട്ടോ. ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മേടിച്ചപ്പോൾ തന്നെ അൺബോക്സ് ചെയ്തും പറഞ്ഞില്ല. അപ്പോൾ ഈ സാധനം ഉണ്ടായിരുന്നു. ഞാൻ മേടിച്ചപ്പോൾ തന്നെ അച്ഛനൊക്കെ കാണിച്ചു കൊടുത്തു. നല്ല രസമില്ലേ, ഇറ്റ്സ് സോ ക്യൂട്ട്, ഐ ലൈക്ക് ഇറ്റ്സ്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ മിനിസോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഐ ലൈക്ക് ടു ഗോ ടു സച്ച് കൈൻഡ് ഓഫ് ഷോപ്സ്. എനിക്കിങ്ങനെ ബ്രാൻഡഡ് ഷോപ്സ് ഒന്നും പോകാൻ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, പൈസ കുറവിനുള്ള സാധനങ്ങളൊക്കെ കിട്ടില്ലേ, ഈ 1 ദിർഹം 2 ദിർഹം അല്ലെങ്കിൽ 1 റിയാൽ 2 റിയാൽ ഷോപ്പ്. എനിക്ക് അങ്ങനത്തെ അടുത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ ടു ദിസ് ബ്രാൻഡഡ് പ്ലേസസ് എന്നുള്ളത്. പൈസ കൊടുത്ത് മേടിക്കുന്ന, ഭയങ്കര പൈസ കൊടുത്ത് മേടിക്കുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ കുട്ടി സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ദിസ് വാസ് ദ വൺ, ദിസ് വാസ് ദ ക്യൂട്ട് ലിറ്റിൽ പ്രൊഡക്റ്റ്. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ഈ സാധനം ഇത് മറ്റേ ടൂത്ത് ബ്രഷ് ഹോൾഡറാണ്. ഞാൻ എൻ്റെ ഏട്ടനെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാ കേട്ടോ. അതെ, നല്ല സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒപ്പം ഒരു ഇതും സ്ട്രിങ് അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സാധനം ഇങ്ങനെ വെക്കാനുള്ള ആ സാധനം വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ടൂത്ത് ബ്രഷ് ഹോൾഡർ. നല്ല സാധനം, അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇപ്പം ഏട്ടൻ കുറേ ഇങ്ങനത്തെ സാധനം മേടിക്കണം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണ്, അവന് വേണ്ടി മേടിച്ചാട്ടോ മെയിൻലി. പിന്നുള്ളത് ഡ്രൈ ഫ്ലവേഴ്സ്. ഞാൻ ഡ്രൈ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ്, ഒറിജിനൽ ഡ്രൈ ഫ്ലവേഴ്സ് ഒന്നല്ല കേട്ടോ. ഞാൻ വെറുതെ വേസിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത്. എൻ്റെ ഒക്കെ ഒരു പിങ്ക് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വയലറ്റും കൂടി എൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ നല്ലതാവെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാ. പക്ഷേ ഇതിപ്പോൾ തന്നെ പോന്നു തുടങ്ങി കേട്ടോ.
അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ ഇതിന് പറയൂല. പറയോ? കുഴപ്പമില്ല കേട്ടാ. ഇത് പോകുന്നതല്ല, എൻ്റെ മീത്തെ ഡിസൈനാ. ക്വാളിറ്റി ഉണ്ട്. 1 2 3 4 5 6 കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് പൊളിച്ചപ്പോഴെന്തോ താഴെ വീണപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഈ എതലിന്റെ തുണ്ടാ പോയെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നൈസ്, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരു വൈറ്റ് ഉണ്ട്, എൻ്റെ ഒരു പിങ്കും ഉണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം ഞാൻ വിചാരിച്ചു ഈ ലാവൻഡർ കളറും കൂടി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുന്നു. എനിക്ക് വീട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചാട്ടോ. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ദിസ് ഈസ് ദ ഐസ് ട്രേ. മറ്റേ കുഞ്ഞു റൗണ്ട് ഐസ് ക്യൂബ്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തിന് വേണ്ടിയിട്ട് മേടിച്ചാട്ടോ. ഇത് മെയിൻ ആയിട്ട് ഇതേ എൻ്റെ ഈ ജാറിലെ ഇതിൽ കോഫി ഉണ്ടാക്കിയിട്ട് ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിലിട്ടിട്ട് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച കോൾഡ് കോഫി പോലെ. ഐ എം നോട്ട് എ കോഫി പേഴ്സൺ, പക്ഷെ ഇൻസ്റ്റയിലൊക്കെ ചില ഈ റീൽസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പോലെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി മേടിച്ചതാ ഇതും. സോ ദിസ് ഇസ് ദ ഐസ് ക്യൂബ് ട്രേ. ഓക്കെ, ഞാൻ എടുക്കാൻ നോക്കി. അടുത്തത് ദിസ് ഇസ് എ ടേബിൾ ക്ലോത്ത്. അത്യാവശ്യം ഇപ്പൊ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്നാട്ടോ തോന്നുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. തുറക്കുന്നേക്കാൾ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചത്. ഇറ്റ്സ് സോ ഗുഡ്, നല്ല രസമുണ്ട്. എൻ്റെ പ്രിന്റും നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയും ആണ്. ഇത് ഞാൻ മെയിനായിട്ട് ടേബിൾ ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ 1 ലെയർ മാത്രം ഇതിടാൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മേടിച്ച കേട്ടോ. മെയിൻലി ഓർഗനൈസിങ് ആൻഡ് സെറ്റിങ് തന്നെ എനിക്ക് പണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച കേട്ടോ. ഇറ്റ്സ് നൈസ് വൺ. ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സാധനം. വെള്ളമുണ്ട്, വെള്ളമല്ല ക്രീമാണ്. അഴുക്ക് പിടിക്കണം. ഞാൻ സൂക്ഷിച്ചിട്ട് ഇപ്പോഴേ എടുത്ത് വയ്ക്കാം. എൻ്റെയൊക്കെ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ പ്രോബ്ലം മീൻസ് വൈറ്റ് ആണെങ്കിൽ അത് 2-3 ആഴ്ച കൊണ്ട് ഞാൻ ബ്ലാക്ക് ആക്കി കൊടുക്കും. എനിക്ക് ഭയങ്കര ക്ഷമയും ശ്രദ്ധയും എല്ലാം കുറവ് തന്നെയാണ്. ഓക്കെ, so this one is a lint remover. ഇത് ഞാൻ മെയിനായിട്ട് ഈ ജീൻസ് അല്ലെങ്കിൽ ടീഷർട്സ് ഇല്ലേ ബ്ലാക്ക് കളർ മെയിൻലി ഇത് മേടിച്ച് കഴിഞ്ഞൊരു 5-6 മാസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ത്രെഡ് പൊങ്ങും, ദാറ്റ് വൈറ്റ് കളർ തിങ്. അപ്പോൾ അത് ബ്ലാക്ക് ജീൻസുമ്പിലൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് മേടിച്ചാൽ കേട്ടോ ദിസ് ലിന്റ് റിമൂവർ. ഇത് കുറേ ആയിട്ട് ഞാൻ മേടിക്കണം വിചാരിക്കുന്ന സാധനം. ഇപ്പം ഞാൻ കുറച്ച് പൈസ കുറവിന് ചീപ്പായിട്ട് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാൽ. ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ട് ഐ ലെറ്റ് യു നോ ഇഫ് ദിസ് ഈസ് വർക്കിംഗ് വെൽ ഓർ നോട്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ ലിന്റ് റിമൂവർ. ഇനി അടുത്ത നോക്കാം. അടുത്ത വന്നിട്ട് ഈ വോളുമിലൊക്കെ ഒട്ടിക്കുന്ന കുഞ്ഞു ക്ലിപ്പില്ലേ, നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വല്ലതൊക്കെ തൂക്കിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് വോളും ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനം. അതും മൈഗോടെ ബഞ്ച് ആക്ച്വലി കുറച്ചധികം സാധനങ്ങളുണ്ട് കേട്ടോ അതിൽ. ഇത് യൂസ്ഫുൾ ആണ് അടുക്കളയിൽ അല്ലെങ്കിൽ ബെഡ്റൂമിലും എല്ലൊക്കെ തൂക്കിയിട്ടണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചു കേട്ടോ. അപ്പോൾ ഈ സാധനം. നെക്സ്റ്റ് വൺ വന്നിട്ട് അഗെയിൻ ക്ലോത്ത്. ഇത് ഞാൻ മെയിനായിട്ട് സോഫാമ അല്ലെങ്കിൽ ടേബിളിൽ തന്നെ എനിക്ക് 2 ടേബിൾസ് ഉണ്ട്. കിച്ചൻ്റെ അവിടെ ഉണ്ട്, പിന്നെ ഡൈനിങ് ടേബിളിലുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ വെച്ചിട്ട് മേടിച്ച ക്ലോത്ത് ഉണ്ട്. തുറക്കുന്ന സാധനം കാണുന്നില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് മേടിച്ച കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. മറ്റേതിൻ്റെ അത്രയില്ലേ, ഇത് ആദ്യം ഞാൻ കാണിച്ചതിൻ്റെ അത്ര ക്വാളിറ്റി ഒന്നുമില്ല. ഇത് ദിസ് ഈസ് ലൈക്ക് ടു ഗുഡ്. പക്ഷേ ഇതിന്റെ ക്ലോത്ത് അത്യാവശ്യം എന്തോ ഒരു ക്ലോത്താണ്, എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊട്ടമാണോ? പക്ഷെ ഐ തിങ്ക് ഫോർ ദ പ്രൈസ് ഇറ്റ് ഇസ് അഫോർഡബിൾ. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്തത് ഇതുപോലത്തെ ഈ ക്ലോത്തില്ലേ, ഈ സോഫ മെട്ട ക്ലോത്ത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞി ടേബിൾ ഉണ്ട്, ഇവിടെയുണ്ട് അവിടെയുണ്ട്. അവിടെ 2 സ്ഥലത്തേക്കും വേണ്ടിയിട്ട് മേടിച്ചാൽ ഇവിടെ അപ്പുറത്തൊരു ക്ലോത്ത് ഉണ്ട്. ഈ 2 ക്ലോത്ത് ഇത് ഞാൻ ആദ്യം വന്നപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് അതും വെട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ദിസ് ഇസ് എ ക്ലോത്ത്. അത്യാവശ്യം നല്ലതാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു ഷൈനിങ്ങും ഉണ്ട്. പിന്നെ എനിക്ക് മെയിൻലി വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് വൈറ്റ് ഡ്രസ്സസ്. പക്ഷെ എൻ്റെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ വൈറ്റ് ആണ് എനിക്ക് ഇഷ്ടം. നല്ല സൺലൈറ്റും അതിൻ്റെ ഒപ്പം ഈ വൈറ്റ് കളർ ഈ സോഫയുടെയും കർട്ടൻസും മറ്റേ ടേബിളിൻ്റെയും തുണി എല്ലാതും വൈറ്റ് ആകുമ്പോൾ നല്ല വെളിച്ചം തോന്നും, ഒരു ആസ്തറ്റിക് വൈബും കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ മേടിച്ച് വെക്കുന്ന കേട്ടോ ഇങ്ങനത്തെ. സോ നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, സോ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ദീസ് ആർ ക്രാബ്സ്. ആക്ച്വലി ഹെയർ ക്ലിപ്സ് ആണ്. ഇതിൽ 1 2 3 4 എണ്ണം വരുന്നുണ്ട് കേട്ടോ. 4 ക്ലിപ്സ് വരുന്നുണ്ട്.
ഒരെണ്ണം ബ്ലാക്ക്, ദിസ് ഇസ് ദ ബ്ലാക്ക് വൺ. ഈ സെയിം സാധനം തന്നെ, ഇതുപോലെ തന്നെ ഒരു ബ്രൗണും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ലൈറ്റ് ബ്രൗൺ കൈൻഡ് ഓഫ് കളർ. അതുപോലെ തന്നെ ഒരു ഒലീവും ബ്രൗണൊക്കെ മിക്സ് ചെയ്ത ടൈപ്പ് കളർ. പിന്നെ ഒരു മഞ്ഞ ഓഫ് വൈറ്റ് കൈൻഡ് ഓഫ് കളർ. ഓക്കെ, ഈ 4 ക്ലിപ്പാണ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം. ഓക്കെ, സോ അതായി. ഇനി അടുത്ത നോക്കാം. അടുത്തത് ഇത് വലിയ ആവശ്യമായിട്ട് മേടിച്ചല്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചത്. എന്ന് വെച്ചാൽ കുഞ്ഞി പൈസയ്ക്ക് കുറെ സാധനങ്ങൾ കിട്ടും തോന്നിയാൽ നമ്മൾ മലയാളികളെല്ലാം നമുക്ക് മേടിക്കാൻ തോന്നില്ല. ഇതിൽ മെയിനായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഉണ്ട്. പിന്നെ മറ്റേ ഈ സാധനമൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, മെയിനായിട്ട് ബ്ലെൻഡറേ യൂസ് ചെയ്യുള്ളൂ. മറ്റേത് എന്താ കോമ്പാക്റ്റും പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ ഒപ്പിപ്പി കൊടുക്കുന്ന സാധനം അത് ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ, വെറുതെ മേടിച്ചത്. ഇതിനൊപ്പം എല്ലാം കൂടി വന്ന് കണ്ടപ്പോൾ മേടിച്ചത്. ഇതിന് ആകെ 2 റിയാൽ എടുത്തുള്ളൂ. അപ്പോൾ എല്ലാം പോയി ഗൈസ്. അതാ ഇതൊക്കെ ബ്യൂട്ടി ബ്ലെൻഡറെന്ന് പറയും, ഇത്ര കുഞ്ഞു സാധനം എന്തിനൊന്നും. ഇത് മറ്റേ ഇങ്ങനെ ആക്കുന്ന സാധനം. ഓ മാൻ, എല്ലാതും നല്ല കുഞ്ഞു ബ്ലെൻഡേഴ്സ് ആണ് കേട്ടോ. എവറി ബ്യൂട്ടി ബ്ലെൻഡർ ഇസ് ടു സ്മോൾ. അല്ല, ഐ തിങ്ക് ദേ പ്രൊവൈഡ് ഇറ്റ് ഇൻ ഡിഫറെന്റ് സൈസസ്. ദേ ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ഇത് ചെറുത്, ഇത് വലുത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ പറ്റിയതാ, കുഴപ്പമൊന്നുമില്ല. ഈ സാധനം ഉണ്ട്. ഇത് ആക്ച്വലി ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ചെറുതും വലുതും കൂടിയിട്ട് 1 2 3 4 5 6 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഈ സാധനം 3 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്താ നിങ്ങൾക്ക് അറിയില്ല. ഐ ആക്ച്വലി ഡോണ്ട് നോ വാട്ട് ഇസ് ദിസ്. ഇതിൻ്റെ ഒപ്പം തന്നെ വന്ന കേട്ടോ. ഇത് ബ്യൂട്ടി ബ്ലെൻഡർ ആണോ എനിക്കറിയില്ല. ഇങ്ങനെ വേണമെങ്കിൽ വല്ല ഇങ്ങനെ ഒപ്പുന്ന സാധനമല്ലേ. ഐ ഡോണ്ട് നോ വാട്ട് ദിസ് ഇസ്. ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാൻ കമൻറ്റ് ചെയ്യട്ടാ, എനിക്കറിയാത്തോണ്ടോ. ഞാൻ ഇതൊന്നും യൂസ് ചെയ്യലില്ല. ഐ യൂസ് ഓൺലി 1 ബ്യൂട്ടി ബ്ലെൻഡർ. മറ്റു സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യലൊന്നും ഉണ്ടായില്ല. ഓക്കെ, സോ ഇത്രയധികം സാധനങ്ങൾ വന്നിട്ടുണ്ടായി. ഓക്കെ, അത് വർത്താണോ ചോദിച്ചാൽ മൈറ്റ് ബി. ഭയങ്കര നല്ല ക്വാളിറ്റി ഒന്നും അന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നാലും ഓക്കെ, കുഴപ്പമില്ല, വർത്ത് ദ പ്രൈസ്. പിന്നെ വന്നിട്ട് ഇത് മുടിയും ഇടാൻ വേണ്ടിയിട്ട് ബാൻഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാൻഡ്സ് ഇല്ലേ, അത് കുഞ്ഞു ബാൻഡുകളാണ്. അല്ലാതെ എനിക്ക് പണ്ട് ഇത് മെയിനായിട്ട് മേടിക്കാൻ കാരണം ഈ മടങ്ങിട്ടിട്ട് ഇങ്ങനെ താഴെ ഇടാനും പോണിറ്റയിൽ കെട്ടാനും. പിന്നെ എനിക്ക് മെയിനായിട്ട് ഈ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇടൂലേ, അപ്പോൾ നോർമലി ആൾക്കാർക്ക് ഇങ്ങനെ ക്ലിപ്പ് വെക്കില്ല ചെയ്യും. എനിക്ക് അവിടെ ആദ്യം ഈ സാധനം ഇടണം. അത് എൻ്റെ മീതിയാണ് ഞാൻ ക്ലിപ്പ് വെക്കുക, ഒരു ടൈറ്റ് സെക്യൂർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇട്ടിട്ട് എല്ലാ ദിവസവും അങ്ങനെ മിക്കതും ഞാൻ കെട്ടില്ല. അപ്പം അങ്ങനെ ഇട്ടിട്ട് ഈ സാധനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് കാണാണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചാട്ടോ. ഇതാണെങ്കിലും 2 റിയാൽ ഐ തിങ്ക് 100 എണ്ണം ഉണ്ട്. കുഴപ്പമില്ല, നല്ലത്, അത്യാവശ്യം നല്ല കേട്ടോ. സോ ദിസ് വാസ് ദ പ്രൊഡക്റ്റ്. ഇനി അടുത്ത നോക്കാം. അടുത്ത വന്നിട്ട് ദിസ് ഈസ് മാച്ച്. ഇത് താഴെ നമ്മൾ ഇട്ടുന്ന മാച്ച് ഇല്ല കേട്ടോ. നമ്മൾ പാത്രം കഴുകി വെച്ചിട്ട് വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതുമ്മ വെച്ചാൽ ഉണങ്ങും. അതുപോലത്തെ മാച്ചിൽ അതിനെന്താ പറയാ, യൂടെൻസിൽ ഡ്രയർ മാച്ച്. ഐ ഡോണ്ട് നോ. മെയിനായിട്ട് ഇതാണ് സംഭവം. പാത്രം കഴുകിയിട്ട് ഇതുമ്മ വയ്ക്കുമ്പോൾ വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്തിട്ട് എടുക്കും. അതിന് വേണ്ടിയിട്ട് മേടിക്കാം. ഇതൊക്കെ പൊട്ടിക്കാനുള്ള സ്ഥലം എനിക്ക് കാണുന്നില്ല. വലിയ പൊട്ടിക്കുക കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം. ഈ സാധനം. ഓക്കെ, സോ ദിസ് വാസ് ദ ഐ തിങ്ക് കഴിഞ്ഞിട്ടില്ല, ഒരെണ്ണം കൂടി ഉണ്ട്, ലാസ്റ്റ് പ്രോഡക്റ്റ്. സോ ദ ലാസ്റ്റ് പ്രോഡക്റ്റ് ദിസ് ഈസ് ദ എയർ ഹ്യൂമിഡിഫയർ. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് അടിച്ചു വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്, അതുമ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് എയർ വിൽ കം ലൈക്ക് ദിസ്. എയർ അല്ല, എന്താണ് പറയുക, പേപ്പർ വിൽ കം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത്. ഇത് പിന്നെ കളറൊക്കെ ഉണ്ട്. ഇതിൻ്റെ അറ്റാച്ച് വീഡിയോ ഒരു ക്ലിപ്പ് സംഭവം ഹിയർ. ഓക്കെ, ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു യൂസ് ദിസ്. അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിച്ചിട്ട് ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത സാധനമായിരുന്നു. ഓക്കെ, സോ ദിസ് വൺ ഐ ഹാഡ് ഓർഡർ. ദിസ് വാസ് ദ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇപ്പോൾ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഒന്നും പറഞ്ഞാൽ കാണിക്കാൻ ഇപ്പം ഞാൻ എടുത്തു വെച്ചില്ല. ദിസ് വാസ് ദ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇതല്ലാണ്ട് വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ
ഇത് ഞാൻ പണ്ട് ടിമൂന്ന് മേടിച്ചാണ്. അത് ഇത് കമ്പും കോലും കുത്തൊക്കെ ഇതും ഞാൻ വീട്ടിൽ ഈ സൈഡിലൊരു ഫ്ലവർ വേസിൽ വെച്ച ചെടിയാട്ടോ. ഈ സാധനം പ്ലാസ്റ്റിക് ചെടിയാണ്. ഇതും ഞാൻ ടിമൂന്ന് മേടിച്ചാണ് കേട്ടോ. എന്തിനിത് ഞാനിപ്പോ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് വരെ ഞാൻ ടിമൂന്ന് മേടിച്ചാണ്. ഈ ടോപ്പ് ഞാൻ ടിമൂന്ന് മേടിച്ചാ കേട്ടോ. ഇതിന് 20 റിയാൽ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മേടിച്ചില്ല 2-3 സാധനങ്ങൾക്ക് 20 റിയാൽ ആയിട്ടുണ്ടായിരുന്നു. അത് ഡ്രസ്സിനാട്ടോ. ടോപ്പ് ഇതും ഞാൻ വേറൊരു ടീഷർട്ടും മേടിച്ചിട്ടുണ്ടാക്കി, അതിനും 20 റിയാൽ തന്നെയായിരുന്നു. അപ്പൊ ഈ 2 സാധനങ്ങൾക്കാണ് മെയിൻ ആയിട്ട് 20 റിയാൽ ആയത്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒന്നിനും 20 റിയാൽ ആയിട്ടില്ലേ. ഈ സാധനത്തിനും ആ ഒരു ടോപ്പിനാണ് 20 റിയാൽ ആയത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ച എല്ലാ സാധനങ്ങളും എനിക്ക് 2nd and 3rd പാക്കേജസിൽ വന്നതാണ് കേട്ടോ. ഫസ്റ്റ് പാക്കേജിൽ വന്നതാണ് ഈ കണ്ണാടി, പിന്നെ ഇട്ടിരിക്കുന്നത് ഈ ചെടി, ഈ സാധനങ്ങളൊക്കെ അതിൽ വന്നായിരുന്നു. അത് ഓൾറെഡി അൺബോക്സ് ചെയ്തപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയോണ്ട് ഞാൻ അങ്ങനെ വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഈ സോഫയുടെ കവർ, ഈ കാണുന്ന ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളൊക്കെ അപ്പം വന്നത്. അത് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി സെറ്റ് ഇൻ പ്ലേസ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്ന പൊട്ടിച്ച 2 സാധനങ്ങളും ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ടിമൂന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സോ സീ യു സൂൺ ഇൻ യെറ്റ് അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.